ഹായ്, എല്ലാവർക്കും നമസ്കാരം. മാന്നാറിലെ കല എന്ന യുവതി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കുറേയധികം വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് കാമുകനോടൊപ്പം ഒളിച്ചോടി പോയി എന്ന് ഭർത്താവും വീട്ടുകാരും തന്നെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പരത്തുകയും അത് അങ്ങനെ തന്നെ എല്ലാവരും വിശ്വസിക്കുകയും അതിന്റെ പേരിൽ ഒരു പരാതി പോലും കൊടുക്കാൻ ആരും തയ്യാറാവുകയും യുവതിയെ കാണാനില്ല എന്നൊരു പരാതി പോലും കൊടുക്കാൻ ആരും തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഈ സ്ത്രീ കൊല ചെയ്യപ്പെട്ടതാണ്, ഒളിച്ചോടി പോയതല്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മനസ്സിലാവുന്നത്. ഭർത്താവും ഭർത്താവിന്റെ കൂട്ടാളികളും ചേർന്നിട്ടാണ് ഇവരെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പ്രതികളെന്ന് സംശയിക്കുന്ന 3-4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. പലപ്പോഴും ഈ പ്രതികള് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട്. കൊല ചെയ്യപ്പെട്ട ഡേറ്റ് പോലും ഇവർക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കലയുടെ ഭർത്താവ് എന്ന് പറയുന്ന അനിൽകുമാർ ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇതുവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വാർത്തകൾ വരുന്നു അദ്ദേഹം അവിടുന്ന് മാറിപ്പോയി, ഇസ്രയേലിൽ നിന്ന് പോയി എന്നും അറിയാൻ കഴിഞ്ഞു. എന്ത് തന്നെയായാലും അദ്ദേഹത്തെ നാട്ടിൽ കൊണ്ടുവന്നാലേ ബാക്കി വിശദ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. കാറിൽ വെച്ചിട്ടാണ് കൊലപാതകം നടത്തിയതെന്നും അതിനുശേഷം വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കൊണ്ട് തള്ളി എന്നുമാണ് പറയപ്പെടുന്നത്. സെപ്റ്റിക് ടാങ്കിലെ പരിശോധനയില് പോലീസിന് മനുഷ്യൻ്റെതായിട്ടുള്ള പല്ല്, നഖം, മുടി തുടങ്ങിയ സാധനങ്ങൾ ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ DNA പരിശോധന കഴിഞ്ഞാലേ ഇത് കലയുടേത് തന്നെയാണോ, അത് മനുഷ്യൻ്റേത് തന്നെയാണോ എന്നൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. എന്തു തന്നെയായാലും പുതിയ റിപ്പോർട്ടുകൾ വരുന്നതിനനുസരിച്ചിട്ട് ഈ സെപ്റ്റിക് ടാങ്ക് ഒരു 3-4 തവണയെങ്കിലും ഇവർ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിലെ അഴുക്കൾ കോരി മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞ് ലഭിച്ച സാധനങ്ങൾ കലയുടേത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രതിക്ക് അറിയാം 3-4 പേര് ചേർന്നിട്ടാണ് ഈ മൃതദേഹം മറവ് ചെയ്തതെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഇത് പുറത്തു വരും. ആരുടെയെങ്കിലും വായിൽ നിന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് പുറത്തു വന്നാൽ താൻ കുടുങ്ങുന്ന അറിയാവുന്ന പ്രതി സ്വാഭാവികമായും ഇത് ഇവിടുന്ന് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് തന്നെ ആയിരിക്കണം ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിലുള്ള തെളിവുകൾ കംപ്ലീറ്റ് ആയിട്ട്, കാരണം 2-3 വട്ടം ക്ലീൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റപ്പെട്ട് കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുമെന്നോ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നോ യാതൊരു തരത്തിലുള്ള ഉറപ്പും ഇല്ല. കാരണം നമ്മളിത് അന്വേഷിച്ചിട്ട് കൊല ചെയ്യപ്പെട്ടു എന്നെങ്കിലും തെളിയിക്കാൻ കഴിയണം. ഈ കിട്ടിയ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടു എന്നെങ്കിലും തെളിയിക്കാം. കാരണം ഒരു വിഭാഗം ആളുകൾ, അതായത് മകൻ ഉൾപ്പെടെ ഉള്ള കുറേ ആളുകൾ കല ഇപ്പോഴും ജീവനോടെ ഉണ്ട്, കാമുകനൊപ്പം ജീവിക്കുകയാണ്. അവരുടെ തന്നെ ഒരു ബന്ധു പറയുന്നു, ആങ്ങളുടെ ഭാര്യയാണ് തോന്നുന്നു, അവർ പറയുന്നുണ്ട് ഈ കലയെ കാണാതായതിനു ശേഷം 2 തവണ അവർ ഫോൺ ചെയ്തിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഈ കല എന്ന് പറഞ്ഞ് കൊല ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഈ ഫോൺ കോൾ വന്നതെങ്കിൽ ഈ കല എന്ന് പറഞ്ഞ് വിളിച്ചത് ആരാണെന്ന് തെളിയണം. അല്ലെങ്കിൽ കല ജീവനോടെ ഉണ്ടെന്ന് പോലീസിന് തെളിയിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് തെളിയിക്കേണ്ടി വരും. കൊല ചെയ്യപ്പെട്ടു എന്ന് തെളിയിച്ചാലും ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊരിക്കലും നിലനിൽക്കില്ല, പ്രതികളെ ശിക്ഷിക്കാനും കഴിയില്ല. കാരണം പോലീസിന്റെ ഇടിയോ അടിയോ ഒക്കെ ഭയന്നിട്ട് ഇപ്പോൾ പറയുന്ന വാക്കുകൾ കോടതിയിൽ ചെല്ലുമ്പോൾ അവർ പറയണമെന്നില്ല. കൊല യാതൊരു തെളിവില്ലെങ്കിൽ അതൊക്കെ മാറ്റി പറയും ഈസി ആയിട്ട്. നമുക്കറിയാം മുൻകാലങ്ങളിൽ ഇങ്ങനെ തെളിവില്ലാത്തത് കൊണ്ട് പ്രതികളെ വെറുതെ വിട്ട ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ആവർത്തിക്കപ്പെടുകയും കൊല ചെയ്യപ്പെട്ടു എന്ന് തെളിയിച്ചാൽ പോലും പ്രതികളെ ശിക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും. ഇപ്പൊ നിലവിലുള്ള സാഹചര്യം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മുന്നോട്ടുള്ള അന്വേഷണം പുരോഗമിക്കും തോറും പുതിയ പുതിയ തെളിവുകൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പോലീസിൻ്റെതായി മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോഴും കൊല ചെയ്യപ്പെട്ടു എന്ന് തെളിയിക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ ലഭിച്ച അവശിഷ്ടങ്ങളുടെ DNA കഴിഞ്ഞ ശേഷം കൊല ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പ്രതികളെന്ന് പറയുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഒരു ഉറപ്പുമില്ല.